മുൻ മുഖ്യമന്ത്രിയും CPIM-ന്റെ സ്ഥാപക നേതാക്കളിലൊരാളുമായ VS അച്യുതാനന്ദന് വിട നൽകാനൊരുങ്ങി തലസ്ഥാനം. രാവിലെ 9 മണി മുതൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലാണ് പൊതുദർശനം. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് 3:20-നാണ് VS വിട പറഞ്ഞത്. ഭൗതികദേഹം ഇന്നലെ വൈകിട്ട് 5:30-ഓടെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ പൊതുദർശനത്തിന് വെച്ചു. രാത്രി വൈകുവോളം നിരവധി പേരാണ് VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഒഴുകിയെത്തിയത്. തുടർന്ന് രാത്രി 11:30-ഓടെ ഭൗതികദേഹം തമ്പുരാൻമുക്കിലെ വസതിയിലേക്ക് കൊണ്ടുപോയി. രാത്രിയോടെ ഭൗതികദേഹം ആലപ്പുഴയിലെ വീട്ടിലെത്തിക്കും. നാളെ രാവിലെ ആലപ്പുഴ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം. ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചുടുകാടിൽ സംസ്കാരം നടത്തും. VS-ന്റെ ഭൗതികദേഹം മകന്റെ തമ്പുരാൻമുക്കിലെ വേലിക്കകത്ത് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നിരവധി പേരാണ് VS-നെ അവസാനമായി കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി PS വിനയ ചേരുന്നു. വിനയ, പുതിയ വിവരങ്ങൾ. ഇന്നലെ രാത്രി 11:40 വരെ AKG, അതായത് AKG പഠന ഗവേഷണ കേന്ദ്രം, പഴയ AKG സെന്ററിൽ പൊതുദർശനം ഉണ്ടായിരുന്നു. അത്രയധികം ആളുകൾ വന്നതുകൊണ്ടാണ് 11:40 വരെ പൊതുദർശനം നീട്ടേണ്ടി വന്നത്. 9 മണിയോടുകൂടി അവിടെ നിന്നും മൃതദേഹം ഇവിടെ അദ്ദേഹത്തിന്റെ ബാൾട്ടൺ ഹില്ലിലുള്ള അദ്ദേഹത്തിന്റെ മകൻ അരുൺകുമാറിന്റെ വസതിയായ ഈ വീട്ടിലേക്ക്, വേലിക്കകത്ത് വീട്ടിലേക്ക് കൊണ്ടുവരാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പക്ഷേ വലിയ തോതിൽ ആളുകൾ വന്നത് കാരണം 11:40 വരെ ഇന്നലെ രാത്രി പൊതുദർശനം നീണ്ടു. അതിന് ശേഷമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ വേലിക്കകത്ത് വീട്ടിൽ ഉദ്ദേശിച്ചിരുന്നത് കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തെ അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ ഇവിടേക്കും വലിയ തോതിൽ ആളുകൾ, പൊതുജനങ്ങളെല്ലാം തന്നെ എത്തുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴും നമുക്ക് കാണാം. ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ, ഇന്ന് പുലർച്ചെയെല്ലാം തന്നെ ഇവിടേക്ക് ഒരുപാട് ദൂരെ നിന്ന് പോലും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് ഇപ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വലിയ തോതിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. അതിനകത്ത് രാഷ്ട്രീയ നേതാക്കളുണ്ട്, മറ്റ് മേഖലയിൽ നിന്നുള്ള ആളുകളുണ്ട്, യുവാക്കളുണ്ട്, അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളുണ്ട്. ഒരുപാട് ദൂരെ നിന്ന് വന്നിട്ടുള്ള ആളുകൾ എല്ലാം തന്നെ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഇന്ന് 9 മണിയോടുകൂടി ദർബാർ ഹാളിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. പിന്നീട് അവിടെ പൊതുദർശനം തീരുമാനിച്ചിട്ടുണ്ട്. 2 മണിവരെ ദർബാർ ഹാളിൽ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. പൊതുദർശനത്തിന് ശേഷമായിരിക്കും വിലാപയാത്രയായി ദേശീയപാത വഴി അദ്ദേഹത്തിന്റെ മൃതദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുക. നാളെ അവിടെ വൈകിട്ട് വലിയ ചുടുകാട്ടിൽ സംസ്കാരവും നടക്കും. വിനയ, വിലാപയാത്രയുടെ ഒരുക്കങ്ങൾ എത്രത്തോളമായി? 9 മണിക്ക് ദർബാർ ഹാളിലേക്ക് പൊതുദർശനം ആരംഭിക്കും. അവിടെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം ദർബാർ ഹാളിലെ പൊതുദർശനം പൂർത്തിയായതിന് ശേഷമാണ് വിലാപയാത്രയായി ദേശീയപാതയിലൂടെ മൃതദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുക. ഈ വിലാപയാത്ര സമയത്ത് ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ, വിവിധ സ്ഥലങ്ങളിലെല്ലാം തന്നെ VS-നെ അവസാനമായി കാണാനും അതോടൊപ്പം തന്നെ ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുമുള്ള അവസരങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ പാളയം, PMG, പ്ലാമൂട്, പട്ടം, കേശവദാസപുരം, ഉള്ളൂർ, പൊങ്ങുമൂട്, ശ്രീകാര്യം, കാര്യവട്ടം, കഴക്കൂട്ടം, അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഈ വിലാപ യാത്ര കടന്നു പോകുമ്പോൾ അവിടെ ആളുകൾക്ക് എത്തി VS-ന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ട്. അദ്ദേഹത്തിന് അവസാനമായി കാണാൻ ആളുകൾക്ക്, അവസാനമായി എത്തുന്ന ആളുകളെ വരെ അദ്ദേഹത്തെ കാണിച്ച് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് അതിനുശേഷം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുക. ആ രീതിക്കാണ് പാർട്ടിയും കാര്യങ്ങളെല്ലാം തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം, ഭൗതികദേഹം ഈ ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകും. ഇവിടെയും ഇപ്പോൾ നിരവധി ആളുകൾ അദ്ദേഹത്തെ അവസാനമായി
കാണാനായി അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകാനായി എത്തിയിട്ടുണ്ട്. വിനയ, ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം പ്രായഭേദമന്യുള്ള ആൾക്കാരാണ് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് എത്താൻ പറ്റുമോ? എന്താണ് ജനങ്ങളുടെ പ്രതികരണം? തീർച്ചയായും ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം. PS-നെ ജഗതി നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അതെ, ശങ്കിൻ്റെ ചക്ക ഒന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വേർപാടെന്ന് പറയുന്നത് നമുക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. അത്ര ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് നമ്മളിന്ന് വിട്ടുപോയത്. കർഷകർക്കും കർഷക തൊഴിലാളിക്കും അതുപോലെ കർഷക സംഘത്തിനും എല്ലാ മേഖലകളിലും സമരത്തിൽ പോലും ഏറ്റവും കൂടുതൽ വ്യക്തിപരമായ ഒരു നേതാവാണ്. ഒരിക്കലും മറക്കില്ല, കഴിയില്ല. ഇന്നലെ ഉറങ്ങിയില്ല. AKG സെന്ററിൽ വന്നിട്ട് ഇതിപ്പോൾ രാവിലെ ഇവിടെ വന്നു. അതാണ് അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹം ഇന്നലെ AKG സെന്ററിലും VS-നെ കാണാനായി എത്തിയിരുന്നു. ഇന്നിപ്പോൾ വസതിയിലേക്കും കൂടി വന്നിരിക്കുകയാണ്. വളരെ വലിയ വിഷമത്തിലാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ചലച്ചിത്ര പിന്നണി ഗായകൻ പട്ടം സനത്താണ്. നമ്മുടെയൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ സമരനായകനെയാണ്. അദ്ദേഹം കേരളത്തിൻ്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി വയ്ക്കേണ്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിന് മുമ്പിൽ എൻ്റെ എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. ഇത്തരത്തിൽ പല മേഖലയിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച ആളെ പോലെ തീർച്ചയായും വിനയ, ദൃശ്യങ്ങളിൽ കാണാം ജനങ്ങളുടെ ഒരു വൈകാരികമായ പ്രതികരണങ്ങൾ കണ്ടു കഴിഞ്ഞു. VS-ന്റെ ഭൗതികദേഹം തമ്പുരാൻമുക്കിലെ വസതിയിലാണുള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിനയ.